രണ്ടാമത്, കേരളത്തിലെ ഇസ്ലാമിന്റെ പഴയ പ്രതിനിധാനങ്ങളായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്, ചരിത്രം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അറിവ് കൊണ്ടോ ഇപ്പൊ നമ്മുടെ മുമ്പിൽ പഴയ ഇസ്ലാമിന്റെ പ്രതിനിധാനങ്ങളായി ഉള്ളത് ആരാണ്? മമ്പുറത്തെ തങ്ങളുണ്ട്. മമ്പുറത്തെ തങ്ങൾ ഇസ്ലാമിന്റെ പഴമയുടെ പ്രതിനിധാനമായിരുന്നു. ഉമർ ഖാലിയുണ്ട്. വെളിയങ്കോട് ഉമർ ഖാലി ഇസ്ലാമിന്റെ പഴമയുടെ പ്രതിനിധാനമായിരുന്നു. അതേപോലെ നമ്മുടെ ബാഫക്കി തങ്ങളുണ്ട്. ബാഫക്കി തങ്ങൾ ഇസ്ലാമിന്റെ ഏറെ അടുത്ത കാലത്തെ ദീനിന്റെ ഒരു പ്രതിനിധാനമായി സാദാത്ത് കുടുംബത്തിലെ കാരണവർ എന്ന നിലക്ക് ബാഫക്കി തങ്ങളെ സയ്യിദ് എന്ന നിലക്ക്, സാദാത്ത് എന്ന് പറയുന്നത്, സയ്യിദന്മാർ എന്ന് പറയുന്നത്, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീന് കേരളത്തിൽ പ്രചരിപ്പിക്കുവാനും അത് കേരളത്തിൽ നിലനിൽക്കുവാനും ഏറ്റവും കൂടുതൽ ത്യാഗ പരിശ്രമങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് സാദാത്ത്. ഞാൻ ആ ചരിത്രമൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. മമ്പുറം തങ്ങൾ നമ്മുടെ കേരളത്തിൽ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് മഹാന്മാർ സാദാത്ത് എന്ന തലവാചകത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. മമ്പുറം തങ്ങളെ നമുക്കറിയാം. ഉമർ ഖാലി സയ്യിദല്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, മഖ്ദൂം പണ്ഡിതന്മാർ, അവർ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനങ്ങളാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, കേരളത്തിലെ ഈ ദീനിന്റെ പ്രതിനിധാനങ്ങളെ മുഴുവനും കാഫിറും മുശ്രിക്കും ശിർക്ക് പ്രവർത്തിച്ചവരുമെന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ. ഉമർ ഖാലി പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു. ഉമർ ഖാലി സാഹിത്യകാരനാണ്, അദ്ദേഹത്തിന്റെ സാഹിത്യത്തെ അംഗീകരിക്കുന്നു. ഉമർ ഖാലി കവിയാണ്, അദ്ദേഹത്തിന്റെ ആ കവിതയെ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള കവിയെ അംഗീകരിക്കുന്നു. പക്ഷേ ഉമർ ഖാലി മുസ്ലിം അല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി പോയതിനു ശേഷം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പാട്ട് പാടിയവനാണ് ഉമർ ഖാലി. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പാട്ട് പാടിയ ഉമർ ഖാലി ശിർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിന്റെ പഴമയുടെ പ്രതിനിധാനങ്ങളായ ഉമർ ഖാലി മുജാഹിദ് മൗലവിമാരുടെ ഭാഷയിൽ ശിർക്ക് ചെയ്തവരാണ്. ഇസ്ലാമിന്റെ പ്രതിനിധാനമായ മമ്പുറം തങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? ഉമർ ഖാലി മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? ബാഫക്കി തങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കാം. പക്ഷേ മുസ്ലിം ലീഗിലുള്ള മുസ്ലിമീങ്ങളും കോൺഗ്രസിലുള്ള മുസ്ലിമീങ്ങളും അല്ലാത്ത മുസ്ലിമീങ്ങളും ഒരുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ബഹുമാനിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹം സാദാത്ത് കുടുംബത്തിലെ അംഗമാണ്, പ്രവാചക കുടുംബത്തിലെ അംഗമാണ്. ആ നിലക്കാണ് ശിഹാബ് തങ്ങളെ നാം ബഹുമാനിച്ചത്, ബാഫക്കി തങ്ങളെ നാം ബഹുമാനിച്ചത്. അതിനുശേഷമുള്ള സർവ പാണക്കാട് തങ്ങന്മാരെയും മറ്റ് ബുഹാരി സാദാത്തുക്കളാവട്ടെ, ജമലുല്ലൈലി സാദാത്തുക്കളാവട്ടെ, കേരളത്തിലുള്ള ആയിരക്കണക്കിന് സാദാത്ത് കുടുംബത്തെ നാം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാ? അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്, അവര് ദീനിന്റെ പ്രതിനിധാനങ്ങളാണ്. അതുകൊണ്ട് മമ്പുറം തങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ ആ മമ്പുറം തങ്ങൾ ശിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് കേരളത്തിലെ മൗലവിമാർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാണെന്നും ആ ശിർക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്നും അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ പാണക്കാട്ടെ തറവാട്ടിൽ പൂമുഖത്ത് ചെന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആളുകൾക്ക് നൂല് മന്ത്രിച്ചു കൊടുക്കുന്നത്, ആളുകൾക്ക് ചരട് മന്ത്രിച്ചു കൊടുക്കുന്നത്, ആളുകൾക്ക് വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നത് അത് വീഡിയോയിൽ പകർത്തി അതിന് അറബി വോയിസ് കൊടുത്തു. ആ അറബി വോയിസിൽ എന്താ പറയുന്നത്? ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രം, ശിഹാബ് തങ്ങളുടെ മുറ്റം, ശിഹാബ് തങ്ങളുടെ പൂമുഖം, ശിഹാബ് തങ്ങളുടെ തറവാട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാകുന്നു. ഏറ്റവും വലിയ ക്ഷേത്രവും ഏറ്റവും വലിയ അമ്പലവും ഇതാ ഈ പാണക്കാട്ടുള്ള ശിഹാബ് തങ്ങളുടെ പൂമുഖമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ശിർക്ക് നടക്കുന്നത് എന്ന് അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി
അറബിയിൽ വോയിസ് ഇട്ട് ശിഹാബ് തങ്ങളുടെ സമ്മതം കൂടാതെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഗൾഫിലൊട്ടാകെ അറബികൾക്കിടയിൽ വിതരണം ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ്. അതിന് നേതൃത്വം കൊടുത്ത മൗലവിമാരെ ആര് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ട തങ്ങളെ അവര് വെളുക്കൂല. അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ കറുത്തുപോകും എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പഴയ കാലത്ത് കേരളത്തിലെ മുജാഹിദ് നേതാക്കൾ ഒരു കത്ത് കൊടുത്തിരുന്നു. എന്തായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം? ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഒരു വേദി രൂപീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ഐക്യവേദിയിലേക്ക് പ്രതിനിധികളായി സമസ്തയുടെ ഉലമാക്കളെ പറഞ്ഞയക്കണം. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ ചേർന്ന് ആ കത്തിന് മറുപടി കൊടുത്തു. എന്തായിരുന്നു ആ മറുപടിയുടെ ഉള്ളടക്കം? ആ മറുപടിയുടെ ഉള്ളടക്കം ഞങ്ങൾ മുസ്ലിം ലീഗാണെന്ന് ആദ്യം അംഗീകരിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അത് പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങളും അവര് മുസ്ലിം ലീഗാണെന്ന് ആദ്യം സമ്മതിക്കുക. അങ്ങനെ സമ്മതിച്ച് മറുപടി തന്നാൽ ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം എന്ന് മുശാവറ മറുപടി കൊടുത്തു. സഹോദരന്മാരെ, ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ, അതിനുശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രണ്ടായി. ഇപ്പോൾ 2 ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ 2 സമസ്തയുടെ ഓഫീസിലേക്കും ഇന്ന് വരെ നിങ്ങൾ മുസ്ലിം ലീഗാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു മറുപടി കത്ത് ഇന്ന് വരെ വന്നിട്ടില്ല. മുസ്ലിം ലീഗുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കള് മുസ്ലിം ലീഗുകളാണ് എന്ന് മുജാഹിദ് സമ്മതിക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. വ്യാജ ചരക്കുകൾ ചെലവഴിക്കുന്നതിന് വേണ്ടി സാദാത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ, CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞൊരു പുസ്തകം മുമ്പ് കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. ഏതോ വഹാബി പ്രസിദ്ധീകരിച്ചതാ. ആ പുസ്തകത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവതാരിക ഒപ്പിച്ചെടുത്തു. അവതാരിക എഴുതുന്ന പ്രമുഖരൊന്നും വാസ്തവത്തിൽ ആ പുസ്തകം വായിച്ചു നോക്കാറില്ല. പിന്നെ എങ്ങനെയാണ് അവതാരിക കൊടുക്കുന്നത്? ഇത് എഴുതിയ വ്യക്തിയിലുള്ള വിശ്വാസത്തിലാണ്. ആ എഴുതിയ വ്യക്തി എന്നെ ചതിക്കുകയില്ല എന്ന വിശ്വാസം കൊണ്ടാണ് അവതാരിക എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഈ പുസ്തകം എല്ലാവരും വായിച്ച് പഠിക്കേണ്ടതാണ് എന്ന രീതിയിൽ നമ്മുടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവതാരിക എഴുതി. പക്ഷേ പുസ്തകത്തിൽ പറയുന്നത് എന്താ? ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പച്ചത്തറി. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പച്ചത്തറി പറയുന്ന പുസ്തകം വായിച്ചെല്ലാവരും പഠിക്കേണ്ടതാണ് എന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവതാരികയിൽ പറയുന്നു. ചതിക്കപ്പെട്ടതല്ലേ? വഞ്ചിച്ചതല്ലേ? അങ്ങനെ സാദാത്തിനെ വഞ്ചിക്കുക, സയ്യിദന്മാരെ വഞ്ചിക്കുക, ഇവരെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ വൃത്തികേടുകൾക്കും തങ്ങന്മാരെ മുന്നിൽ നിർത്തുക, സാദാത്തുക്കളെ മുന്നിൽ നിർത്തുക. എന്നിട്ട് ഇവരുടെ കറുത്ത ചരക്കുകൾ, ഇവരുടെ വ്യാജ ചരക്കുകൾ സഹോദരന്മാരെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തങ്ങളും വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് ഞങ്ങൾ പ്രത്യേകമായി ഉണർത്തുകയാണ്. എല്ലാ സാദാത്തുക്കളെയും, എല്ലാ ആലിമീങ്ങളെയും എക്കാലത്തും വഞ്ചിച്ചവരാണ് മുജാഹിദുകൾ, എക്കാലത്തും ചതിച്ചവരാണ് മുജാഹിദുകൾ. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ പാണക്കാട് മുറ്റത്ത് ചെന്ന്, പൂമുഖത്ത് ചെന്ന് വീഡിയോ എടുക്കുന്ന ഒരു സഹോദരൻ എന്റെ ഈ വീഡിയോ ഉപയോഗിച്ച് അതിൽ അറബിയിൽ അനൗൺസ് ചെയ്ത്, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളാണ്, എന്റെ വീട് അമ്പലമാണ്, എന്റെ വീട് ക്ഷേത്രമാണ്, എന്റെ വീട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാണ് എന്ന് ഈ സഹോദരൻ അറബ് നാട്ടിൽ പ്രചരിപ്പിക്കുമെന്ന് ഒരിക്കലും നിഷ്കളങ്കനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിശ്വസിച്ചിരിക്കില്ല. അദ്ദേഹത്തെ ചതിച്ചു. അങ്ങനെ ചതിച്ച് അറബ് നാട്ടിൽ ഒന്നാകെ ഇങ്ങനെ ഒരു ശിർക്കിന്റെ കേന്ദ്രം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പാണക്കാടാണ്. ആ പാണക്കാട്